ഹലോ, അപ്പോൾ ഇന്നും ഞങ്ങളെ വാലന്റൈൻസ് ഡേ പാർട്ടിയാണ് നടത്താൻ പോകുന്നത്. സോ ഇതിലെല്ലാം ഒരുക്കൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടീംസ് എല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടിച്ച് പൊളിക്കാൻ പോവാം ഞങ്ങൾ കേട്ടോ. ഡാൻസും പാട്ടും പല പല പരിപാടിയായിട്ട് അടിച്ച് പൊളിക്കാൻ പോവാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടോളൂല്ല. देखो है शाम बड़ी दीवानी, धीरे धीरे बन जाए न कोई कहानी। देखो देखो है शाम बड़ी दीवानी, धीरे धीरे बन जाए न कोई कहानी। दिल पर है दिलकश है दिलदार नजारे हैं, आज जमीन पर उतरे कितने सितारे हैं। अगलो होश नमी दानम, हम है दिल है और जानम, बस दीवानगी 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 है। ना कोई रहसन ना रहबर, ये इल्जाम लगे किस पर, बस दीवानगी 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 है। All the hot girls put your hands up and say Om Shanti Om. All the cool boys, come on, make some noise and say Om Shanti Om. शाम गजब की हंगामा खेज है, इसका नशा ही गहरा है तेज है। शाम എങ്ങനെ പറഞ്ഞു തുടങ്ങാം? നമ്മുടെ പരിപാടി തുടങ്ങിയാണ്. പ്രണയത്തിന്റെ ഈ ദിവസത്തിൽ പ്രണയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ജിജോ പിന്നീട് എത്തുന്നുണ്ട്. ജിജോയുടെ കോളേജ് സമയത്തെ പ്രണയത്തെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഇപ്പൊ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും എല്ലാവരും അറിയാവുന്നതാണല്ലോ. അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങിയാണ്. ഇപ്പൊ നീല് എല്ലാ സംഭവവും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ജിയേഷ് ക്ലാസ് ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടൻ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. ഫെബ്രുവരി 14-ാം തീയതി ലോക വാലന്റൈൻസ് ഡേ. കവിതാക്കൾ എല്ലാവരും ആഘോഷപൂർവ്വം വാലന്റൈൻസ് കൊണ്ടാടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നോർത്തിൽ ചെന്ന ഒരു ചെറിയ വില്ലേജില് നമ്മളും ഈ 20 പേര് അണിനിരക്കുന്ന ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ നീല്, സജി എന്നിവരുടെ നേതൃത്വം നമ്മളൊരു വാലന്റൈൻസ് ഡേ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ചെറിയൊരു പ്രോഗ്രാം ഇത്ര മനോഹരമാക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞു കൊടുക്കുന്നു. സനി ആദ്യം പറഞ്ഞത് ഞാൻ സെന്റ് സ്റ്റീഫൻസ് കോളേജിലല്ല പഠിച്ചത്, മാങ്ങാനം കെ കോളേജിലാണ്. മാങ്ങാനം കെ കോളേജില് പ്രണയിക്കാൻ പറ്റിയ കുട്ടികൾ അധികാരം ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ കൂടുതൽ നമ്മുടെ ബോയ്സും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, എന്നെ പോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നമുക്കത് പ്രണയിക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം IAS എടുക്കുന്ന മോഹമായിട്ടാണ് ഞാൻ കോളേജ് ചെന്നത്.
ഈ പ്രണയത്തോട് പോയി കഴിഞ്ഞാൽ നമ്മൾ പരവിചാരത്തിലോട്ട് പോകും. നമുക്ക് പ്രണയത്തിലോട്ട് നമ്മൾ തീവ്രമായ പല പല അനുഭൂതികളുണ്ടാവും, പല വിചാരങ്ങളുണ്ടാവും. അങ്ങനെ ഒരു നമുക്ക് പഠനത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പല പ്രലോഭനങ്ങളും പല രീതിയിലും പല മോഹഭാവങ്ങളും പല ലെറ്ററുകളും വന്നിട്ട് നമ്മളെ തിരസ്കരിക്കുകയും ചെയ്യുന്നത്. ഒരു ഉമ്മ കൊടുക്കാം, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. ഞാൻ ഒരു തവണ കൊടുക്കാൻ പറഞ്ഞുള്ളൂ, പക്ഷെ ചോദിച്ചാൽ 2 തവണ കൊടുത്തു. റിട്ടയർമെന്റിന് മുന്നേയുള്ള പ്രണയവും റിട്ടയർമെന്റിന് ശേഷമുള്ള പ്രണയകാലത്തെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരോടും ഇതിന് ശേഷം ബിജു ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ബിജെപിയുമായി ലക്ഷ്യപ്രണയത്തെ കുറിച്ച് സംസാരിക്കണം. അതേ എന്റെ മുഖത്ത് കാണിച്ചു നോക്ക്. നല്ല ഭാഗത്തിന്റെ കൈപ്പിഴയായിരുന്നു. എന്താ ഇത്? വിഭവസമൃദ്ധമായ ഫുഡല്ലേ? പിന്നെ അതെ, എന്ത് വേണം? അടിപൊളി അടിപൊളി. സല്ലേ എന്താ സംഭവം? എന്താ എഗ് ബജി? എഗ് ബജി അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് എഗ് ബജിയൊക്കെ? ഇതെന്ത് സംഭവം? തീർന്നുപോയോ? മൊമോസ് തീർന്നുപോയോ? മൊമോസ് തീർന്നുപോയി. ഇതാണ് മെലിസ മാത്രം കഴിക്കുന്ന സാധനമാണ്. ഇടുക്കി ജില്ലയിൽ മാത്രമേ ഉള്ളൂ. ഇത് കട്ടപ്പനയിലാണ്. എങ്ങനെയുണ്ട് മോമോസ്? ഉണ്ട് സൂപ്പർ. ഈ സാധനം ചൈനയിൽ മാത്രം സാധനമാണോ? അപ്പം എന്നോട് ചൈനയിലെ കാര്യം, റഷ്യയിലെ കാര്യം പറയാനുള്ളപ്പം ചൈനയിൽ മാത്രം കിട്ടുന്ന സാധനമല്ല. അതുകൊണ്ട് ഈ മോമോസ് കഴിച്ചില്ല. സോസ് വരാണ്, സോസ് വരാണ്. അവരുടെ സ്പെഷ്യൽ സാധനമായിരുന്നു ഈ സാധനം. നമ്മുടെ മോമോസ്. സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുർഗത്തിൽ മുള്ളുകൾ തൂവിരൽ തുമ്പിന പുഷ്പങ്ങളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിന പുഷ്പങ്ങളാകുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാറ്റുരട്ടിൽ, മാറ്റുരട്ടിൽ. മധുരിക്കുമ്പോൾ മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാറ്റുരട്ടിൽ, മാറ്റുരട്ടിൽ.
പക്ഷെ കല്യാണം കഴിക്കാനായിട്ട് വന്നു. പക്ഷെ ഒരു 10-15 പെണ്ണുങ്ങളെ കണ്ടു, ആരും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തിരിച്ചു उसके भी होगा एक बार